രണ്ട് തരത്തിൽ ഹൈപ്പർ ടെൻഷൻ സംഭവിക്കാം. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷനും മറ്റൊന്ന് സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. ഡയറ്റിൽ കൂടി എങ്ങനെ ഹൈപ്പർ ടെൻഷനെ നിയന്ത്രിക്കാം എന്നതാണ്. ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആവണം ഹൈപ്പർ ടെൻഷൻ എന്ന് നിർബന്ധമില്ല. പലപ്പോഴും മെൻ്റൽ സ്ട്രെസ്സും ഹൈപ്പർ ടെൻഷന് വഴി വെക്കാറുണ്ട്. സ്ട്രെസ്സ് കൊണ്ടുള്ള ഹൈപ്പർ ടെൻഷൻ കുറക്കാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്ന് ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഷിംജി, CMO പ്രകൃതി സൗഖ്യം, കാഞ്ഞങ്ങാട്. ലോകത്തിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കൂടിയ ബ്ലഡ് പ്രഷർ നില. നോർമലായിട്ടുള്ള ബ്ലഡ് പ്രഷർ എല്ലാവർക്കും അറിയാം 120/80 പലപ്പോഴും 140/90 കോൺസ്റ്റൻ്റായിട്ട് വരുമ്പോൾ സമയത്താണ് നമ്മൾ ആ രോഗി ഒരു ഹൈപ്പർ ടെൻഷൻ രോഗിയാണെന്ന് പരിഗണിക്കാറുള്ളത്. രണ്ട് തരത്തിൽ ഹൈപ്പർ ടെൻഷൻ സംഭവിക്കാം. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷനും മറ്റൊന്ന് സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് വരുന്ന ഒരു രോഗം കൊണ്ട് വരുന്ന ഹൈപ്പർ ടെൻഷനാവാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡയറ്റിൽ കൂടി എങ്ങനെ ഹൈപ്പർ ടെൻഷനെ നിയന്ത്രിക്കാം എന്നതാണ്. അതിൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർ അവരുടെ കൺസേൺഡ് ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഈ ഡയറ്റ് പ്ലാനിലേക്ക് വരാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഈ ഡയറ്റ് പ്രൈമറി ഡിസീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾക്ക് പെർഫെക്റ്റായിട്ട് പറയാൻ വേണ്ടി സാധിക്കൂ. നോർമലി ഹൈപ്പർ ടെൻഷൻ വന്ന ആൾക്കാർ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രഥമഗണനീയമായിട്ടുള്ളത് ഉപ്പിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ്. നമുക്ക് 2 കിഡ്നികളാണുള്ളത്. 2 കിഡ്നിയും നല്ല ആരോഗ്യത്തിലുള്ള പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യന് 24 മണിക്കൂർ വർക്ക് ചെയ്താൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നത് 8 ഗ്രാം മാത്രമാണ്, ഉപ്പിനെ മാത്രമാണ്. അതേസമയം ഹൈപ്പർ ടെൻഷനുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സോൾട്ടിൻ്റെ ഇൻടേക്ക്, സോൾട്ടിൻ്റെ റിട്ടൻഷൻ, അതായത് സോഡിയം റിട്ടൻഷൻ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വരുത്തുന്നത് കൊണ്ട് അവർ എല്ലാ ദിവസവും ഉപ്പിൻ്റെ കൺസംഷൻ 1 ഗ്രാമിൽ താഴെ നിർത്തുക. 8 ഗ്രാം എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ ആണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ വളരെ അളവ് കുറഞ്ഞ മാത്രമേ ഉപ്പ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയൂ. ഉപ്പ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഘടകം ആൻറ്റി ഓക്സിഡൻസ് ആണ്. ശരീരത്തിൽ നടക്കുന്ന ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ കൊണ്ടാണ് പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് ഒരു രോഗി പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓക്സിഡേഷൻ കുറക്കാനുള്ള ആൻറ്റി ഓക്സിഡൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വൈറ്റാമിൻ എ, വൈറ്റാമിൻ സി, വൈറ്റാമിൻ ഇ, സെലീനിയം, ബയോഫ്ലേവനോയിഡ്സ് തുടങ്ങിയവയൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളവയാണ്. അതിൽ ബയോഫ്ലേവനോയിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചുവന്ന നിറമുള്ള കവറുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABC ജ്യൂസ് എന്ന് നമുക്ക് പറയാം. ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ചേർന്നുള്ള ഒരു ജ്യൂസാണ് ABC ജ്യൂസ്. ABC ജ്യൂസ് ഒരു വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മൂന്നാമതായി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കണ്ടൻറ്റ് നൈട്രിക് ഓക്സൈഡാണ്. നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന കെമിക്കൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള രക്തക്കുഴലുകളുടെ വികാസത്തിന് സഹായിക്കുന്നതാണ്. അതിനെ നമ്മൾ സാധാരണഗതിയിൽ വാസോ ഡയലേഷൻ എന്ന് പറയും. വാസോ കൺസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്ന സമയത്താണ് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയും ബ്ലഡ് പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുന്നത്. അതുകൊണ്ട് തന്നെ നൈട്രിക് ഓക്സൈഡിൻ്റെ ഉപയോഗം കൂട്ടുക. നൈട്രിക് ഓക്സൈഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് നട്ട്സാണ്, മറ്റൊന്ന് ഫ്ലാക്സീഡ്, ചണവിത്ത്. ഫ്ലാക്സീഡ് പൊടിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിൽ പെടുത്തുക. അതേപോലെ തന്നെ എഗ്ഗ്, പ്രത്യേകിച്ച് എഗ്ഗ് വൈറ്റ്, ഇതൊക്കെ കൂടുതലും നന്നായിട്ട് നൈട്രിക് ഓക്സൈഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നാലാമതായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഫാസ്റ്റിംഗ് ആണ്, ഉപവാസം. ഒരു ദിവസം മുഴുവനായും ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ജ്യൂസുകൾ കഴിക്കാം. ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ജ്യൂസ് ടെൻഡർ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമാണ്. കരിക്കിൻ വെള്ളം പൊട്ടാഷ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. പൊട്ടാഷ്യം അടങ്ങിയ കരിക്കിൻ വെള്ളം കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സോഡിയത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു വരുന്നതായിട്ടും കാണാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡയൂററ്റിക് പ്രോപ്പർട്ടി. ഡയൂററ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി വർദ്ധിക്കും. പുറത്തേക്ക് ഒഴുകി കളയുന്ന മൂത്രത്തിൽ കൂടി സോഡിയവും വാഷ് ഔട്ടാവും. ഇത്
ശരീരത്തിലുള്ള കഞ്ചഷൻസും പ്രത്യേകിച്ച് ഹൈപ്പർ ടെൻഷൻ കുറക്കാനുള്ള ഒരു നല്ല വഴിയായിട്ട് പരിഗണിക്കാറുണ്ട്. ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആവണം ഹൈപ്പർ ടെൻഷൻ എന്ന് നിർബന്ധമില്ല. പലപ്പോഴും മെൻ്റൽ സ്ട്രെസ്സും ഹൈപ്പർ ടെൻഷന് വഴി വെക്കാറുണ്ട്. സ്ട്രെസ്സ് കൊണ്ടുള്ള ഹൈപ്പർ ടെൻഷൻ കുറക്കാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്ന് അശ്വഗന്ധയുടെ ഉപയോഗമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്ന സമയത്ത് ഒരു സ്പൂണ് അശ്വഗന്ധ പൗഡർ അല്പം പാലിൽ ചേർത്ത് കഴിക്കുന്നത് നല്ല റിലാക്സേഷനും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും സഹായിക്കുന്നതാണ്. ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹൈപ്പർ ടെൻഷൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് കൺട്രോളിലേക്ക് വരുത്താൻ വേണ്ടി കഴിയും. ഇതൊക്കെ ഉൾപ്പെടുത്തിയ ഒരു മീൽ പ്ലാൻ ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ആൽക്കലൈൻ ജ്യൂസായ ആഷ്കാർഡ് ജ്യൂസ് അല്ലെങ്കിൽ കുമ്പളങ്ങ നീര് കഴിക്കുന്നത് വളരെയധികം സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആഷ്കാർഡ് ജ്യൂസ് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുക. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങൾ എന്താണോ ഇപ്പോൾ കഴിക്കുന്നത് അത് തന്നെ കഴിക്കാം, പക്ഷേ അതിലുള്ള ഗ്രെയിൻസിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ കുറക്കുക. ഉദാഹരണത്തിന് 4 ദോശ കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളത് 2 ദോശയിലേക്ക് കൊണ്ടുവരിക. 4 ഇഡലി കഴിക്കുന്ന ആളാണെങ്കിൽ 2 ഇഡലിയിലേക്ക് കൊണ്ടുവരിക. ബാക്കിയുള്ള ഭാഗങ്ങൾ ഫ്രൂട്ട്സ് വെച്ച് ഫുൾഫില്ല് ചെയ്യുക. ധാരാളം പഴവർഗ്ഗങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. മറ്റൊന്ന്, ഒരു 11 മണിയോടടുപ്പിച്ച് നിങ്ങൾക്ക് ഗ്രീൻ ടീ കഴിക്കാം. ഗ്രീൻ ടീ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. അതുകൊണ്ട് 11 മണിക്കുള്ള ഗ്രീൻ ടീ, നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയുള്ള ഗ്രീൻ ടീ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉച്ചയ്ക്ക് വീണ്ടും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അവിടെയും ശ്രദ്ധിക്കേണ്ടത് ചോറിൻ്റെ അളവ് പകുതിയായി കുറക്കുക, പകരമായി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക. നമ്മൾ പറയും സാധാരണ അവിയൽ പോലെയുള്ള കറികളുടെ ഉപയോഗം ധാരാളമായി വർദ്ധിപ്പിക്കുക. പിന്നീട് വൈകുന്നേര സമയത്ത് ABC ജ്യൂസ് നിങ്ങൾക്ക് കഴിക്കാം. അറൗണ്ട് ഒരു 5 o'clock നിങ്ങൾക്ക് ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവ ചേർത്തിട്ടുള്ള ജ്യൂസ് കഴിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും ഒക്കെയുള്ള നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡിന്നർ ഏറ്റവും നല്ലത് ഒരു 7 o'clock കൂടി തന്നെ കഴിച്ചു നിർത്തുക. കഴിയുമെങ്കിൽ ഗ്രെയിൻസ് പരിപൂർണമായും ഡിന്നറിന് ഒഴിവാക്കുക. പകരമായി നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്തിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കാം. ചിക്കനോ മട്ടനോ അതുപോലെയുള്ള കാര്യങ്ങൾ കഴിക്കാം. എഗ്ഗ് കൊണ്ടുള്ള ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്ത് കഴിക്കാം. അവിയൽ പോലെ ഉണ്ടാക്കി കഴിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് രാത്രി ഉള്ള ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ, അരിയായാലും ഗോതമ്പായാലും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റിലേക്ക് വരിക. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുവർത്തിക്കുക വഴി തീർച്ചയായും നിങ്ങൾക്കുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷനെ ഒരു വലിയ പരിധി വരെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പരിപൂർണമായ ഹെൽത്തിലേക്കുള്ള ഒരു വഴിയായി ഇതിനെ കാണുക. കൂടുതൽ സയൻറ്റിഫിക്കായിട്ടുള്ള ഹെൽത്ത് ടിപ്സുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.